ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എൻ്റെ നാട്ടിലൊരു വാസുവേട്ടനെ കുറിച്ചാണ്. വാസുവേട്ടനെ എല്ലാവരും സ്നേഹത്തോടുകൂടി സകല കലാവാസു എന്നാണ് വിളിക്കുക. വാസുവേട്ടൻ ഈ പേര് വിളിക്കുന്നത് വലിയ ഇഷ്ടമാണ്. വാസുവേട്ടനുണ്ടല്ലോ ചില സ്റ്റേജിൻ്റെ പിന്നിലൊക്കെ പോയി സ്ലിപ്പ് കൊടുക്കും. എന്തിനാണെന്നറിയോ? പേര് അനൗൺസ് ചെയ്യാൻ വേണ്ടി. സകല കലാവാസു ഈ സ്റ്റേജിൻ്റെ പരിസരത്തെങ്ങാനും ഉണ്ടെങ്കിൽ ഇവിടെ എത്തേണ്ടതാണ്. ഇത് കേട്ട് മൂപ്പറയ്ക്ക് പുളകം കൊള്ളും. പിന്നെ ഭയങ്കര റെസ്പെക്റ്റാണ്. വിനയ കുനിയൻ എന്ന് വേണേൽ പറയാം. ഇങ്ങനെ കുനിഞ്ഞുകൊണ്ടിങ്ങനെ റെസ്പെക്റ്റ് ചെയ്യും. ഇപ്പോൾ ഇദ്ദേഹം ബൈക്കുമ്പിലൊക്കെ വരുന്ന സമയത്ത് എല്ലാവരും മാറിക്കളിയും. എന്താണെന്നറിയോ? രണ്ട് കൈയും വിട്ട് റെസ്പെക്റ്റ് ചെയ്ത് കളിയും. അതുകൊണ്ട് എല്ലാവർക്കും പേടിയാണ്. അങ്ങനെ കുനിഞ്ഞ് അദ്ദേഹത്തിന് നട്ടിൽ നിന്ന് 2 ഓപ്പറേഷൻ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ചെയ്തത്. പിന്നെ കല്യാണ വീടുകളിലെത്തുമ്പോൾ മഹാവിഷ്ണു തൊട്ടാണ്ടാവുക. ഇങ്ങനെ ഇതെന്താ പറയുക? സുദർശന ചക്രമല്ല സാറേ, ഇത് സീഡിയാ. കരോക്കെ പാടാനില്ല. കരോക്കെ പാടാൻ അവസരം കിട്ടിയില്ലെങ്കിലുണ്ടല്ലോ മൂപ്പർ മിമിക്രി അങ്ങ് കളിക്കും. മിമിക്രിയിൽ മെയിൻ ഐറ്റം എന്ന് പറഞ്ഞത് ജയൻ സാറ സൗണ്ട്. ജയൻ സാറ സൗണ്ടിന് അദ്ദേഹത്തിന് അരിയൊക്കെ വലിയൊരു പ്രത്യേകത ഉണ്ട്. 2 തവണ നമ്മൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം രജിസ്റ്റർ ചെയ്യും. 2 തവണ നിൽക്കടാ നിൽക്കാൻ, ഇരിക്കടാ ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ വാസുവട്ട മിമിക്രി കളിച്ചപ്പോൾ മിണ്ടല്ലടാ മിണ്ടാൻ പറഞ്ഞു. വാസു, ഇനി നീ മിമിക്രി കളിക്കണ്ട, നീ പാട്ടിൽ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്തോന്ന് പറഞ്ഞു. അങ്ങനെ മൂപ്പർ പാട്ട് പഠിക്കാൻ തുടങ്ങി. പാട്ട് പഠിക്കുമ്പോൾ ക്ലാസിക്കലാകുമ്പോൾ കുറച്ചും കൂടി നല്ലതല്ലേ എന്ന് മൂപ്പർക്ക് തോന്നി. അപ്പോൾ മൂപ്പർ ക്ലാസിക്കൽ പഠിക്കാൻ തുടങ്ങി. പല സ്ഥലത്തുനിന്നും പ്രാക്ടീസ് ചെയ്യും. ഒരു ദിവസം ബാത്റൂമിൽ നിന്ന് മൂപ്പർ ക്ലാസിക്കൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ഏതാണെന്നറിയോ? ഗംഗേ ഗംഗേ ഇതിങ്ങനെ പോകുന്നുണ്ട്. ഓ വാസുവിൻ്റെ പ്രാക്ടീസ് തുടങ്ങി. ഓ വാസുവിലെ പ്രാക്ടീസ് ചെയ്യുന്ന പുറത്തുനിന്ന് ഇങ്ങനെ എല്ലാവരും പറയുന്നുണ്ട്. ഡ്യൂറേഷൻ പിടിക്കണമല്ലോ. ഒരു സൗണ്ട് കേട്ടു. എന്താ പറ്റിയ? എന്താ പറ്റിയ? ബാസു ബാസു ബാസ് ബാസു ബാസു ഒരു മുണ്ടാട്ടമില്ല. അങ്ങനെ ഡോറ് പൊട്ടിച്ച് വാസുവിനെ പുറത്തെടുത്ത് നടക്കുമ്പോൾ ശ്വാസം അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. ഇങ്ങനെയാണ്. അങ്ങനെ എല്ലാവരും പുറത്തെടുത്ത് മൊയ്തൂക്കാൻ്റെ കാറ് വന്ന് മൊയ്തൂക്കാൻ്റെ കാറിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് എന്ന് പറഞ്ഞിങ്ങനെ പോന്ന. അപ്പോൾ കുറച്ച് ഹമ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഭാര്യ വെതറേ ഹമ്പുമ്പൽ എത്തുമ്പോഴത്തേക്ക് തുടിയിൽ ഉണരും ത്രിപുട തേട്ടു തുയിൽ ഉണർന്നു പാടി എൻ്റെ അപ്പോഴത്തേക്ക് മൊയ്തൂക്ക വണ്ടി അവിടെ ചവിട്ടി. ബാസ് ഓണായി. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു.